നമസ്കാരം. എക്കോസ് ഓഫ് എക്സൈലിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തുകയാണ്. ഏതായാലും പ്രവാസ ഭൂമികയിലെ പ്രവാസത്തിലെ താരങ്ങൾ, അതെങ്ങനെ വേണമെങ്കിലും പറയാം, പ്രതിധ്വനികളാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷാർജയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷാർജയിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെയ് 17 ഇലക്ഷൻ നടക്കുകയാണ്. അപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, വോട്ട് ചെയ്യാനെത്തുന്നുണ്ട്. അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ്. കാരണം ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഞാനൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ജയരാജ് വാര്യരാണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ജയരാജ് വാര്യർ പറഞ്ഞു, രാജീവേ, എൻ്റെ സുഹൃത്താണ്, എൻ്റെ അനുജനാണ്, എന്താവശ്യമുണ്ടായാലും ബന്ധപ്പെട്ടുള്ളൂ. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പ്രദീപ് നെമ്മാറ, പാലക്കാടിൻ്റെ നൈർമല്യമുള്ള, വളരെ ശാന്തനായ, എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദീപ്. എന്തൊക്കെയാണ് വിശേഷം? സുഖംരാജി, നമ്മുടെ ബന്ധം വളരെ ദൃഢമാണ്. അതെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതെ, താങ്കളുടെ ഒരു കൺസെപ്റ്റ്, വലിയൊരു കൺസെപ്റ്റ്, കവിതയുമായിട്ടൊരു കൺസെപ്റ്റാണ്. അതെ അതെ. ആ കൺസെപ്റ്റ് എങ്ങനെ ചെയ്യണം, എന്താണ് എന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് താങ്കളും രാധുവും വിളിച്ച് സംസാരിച്ച് എന്നിൽ ഇത് ചെയ്ത് ഞാൻ ചെയ്തോളാം എന്ന് പ്രദീപ് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് നമുക്ക് കൂടെ നിൽക്കാം. അങ്ങനെയാണ് MGCF, മഹാത്മാഗാന്ധി കൾച്ചറൽ അസോസിയേഷൻ, നമ്മുടെ പ്രഭാകരൻ പന്ത്രോളി എല്ലാവരും കൂടെ വന്നിട്ട് നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ആ പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളത് ഗംഭീരമായിട്ട് ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഹാളിലെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഇപ്പം മന്ത്രിയാകുമ്പോൾ നമ്മുടെ ബൽറാം അല്ലേ, അന്ന് ബൽറാം ആയിരുന്നു ഉദ്ഘാടനത്തിന് വന്നു. അതെ, ബൽറാം ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം MLA ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്താണ്? പ്രമോദോ അല്ല, എന്താണ്, എനിവേ അത്. അപ്പം പ്രേം പ്രേം അപ്പം അവരുടെയൊക്കെ ബൽറാം നമുക്ക് അത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം അതിനുശേഷം MGCFൻ്റെ എല്ലാ പരിപാടികളിലും എന്നെ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരുന്നു. ഒരിക്കൽ നിങ്ങൾ MGCFൻ്റെ ഒരു അവാർഡ് നമ്മുടെ ഇപ്പോഴത്തെ വീണ്ടും MLA രമ്യ ഹരിദാസ്, പിന്നെ പ്രഭാകരൻ പന്ത്രോളിയൊക്കെ സ്റ്റേജിൽ നിൽക്കുന്നു, നിങ്ങളെല്ലാം കൂടെ എനിക്ക് തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ മുന്നോട്ട് വന്നു. MGCFൻ്റെ ഷാർജ ബുക്ക് ഫെയറിൽ നടന്ന ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ബുക്ക് ഫെയറിൽ കുറേ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്ന സാഹിത്യ അവാർഡുണ്ടായിരുന്നു. അതിലൊരു ജൂറി അംഗമായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും പ്രദീപ് അങ്ങോട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. എങ്ങനെയാണ് പ്രദീപിൻ്റെ ഒരു ഇത്ര വിശാലമായ ഒരു മനസ്ഥിതിയും എങ്ങനെയാണ് ഇന്ത്യൻ അസോസിയേഷനിലേക്ക് എത്തുന്നതെന്നും പറയാം. അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചൊക്കെ മൊത്തത്തിലൊന്ന് പറയാം. ഞാൻ കേട്ടിരിക്കാം, നമ്മൾ തമ്മിലുള്ള ഒരു സംസാരം മാത്രമാണ് കേട്ടോ. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ മഹാത്മാഗാന്ധി കൾച്ചർ ഫോറം എന്ന് പറഞ്ഞാൽ ഒരു പറ്റം നിസ്വാർത്ഥമതിയായ, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന, താങ്കൾ പറഞ്ഞു കോൺഗ്രസ്സുകാരനാണ്. അതെ, തികച്ചും കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ സംഘടനയിൽ നിങ്ങൾക്കറിയാം, PR പ്രകാശ് മുൻ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഒരു മുൻ നേതാവായ, ഞങ്ങൾക്കറിയാം, കോൺഗ്രസിൻ്റെ അനിഷേധിനായ നേതാവ് സന്തോഷ് വക്കീലുണ്ട്. അതുപോലെ ഒരു പറ്റം, അതായത് കോൺഗ്രസിന് സ്ഥാനമാനങ്ങളേക്കാൾ ഉപരി പ്രവർത്തന മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രവർത്തകരുടെ സംഘടനയാണ് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറം. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ ഫോളോ ചെയ്തു. കാരണം ഞങ്ങൾ ഇപ്പോൾ വിദേശത്ത്, ഇപ്പോൾ ഷാർജ ബുക്ക് ഫെയറിൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ, കാരണം മഹാത്മാഗാന്ധിജിക്ക് വേണ്ടി മാത്രമുള്ള ബുക്ക് ചെയ്യുന്ന ഏക സംഘടന മഹാത്മാഗാന്ധി കൾച്ചർ ഫോറമാണ്, MGCF തന്നെയാണ്. ഒരു കോൺഗ്രസ് സംഘടനകളും അതിന് ചെയ്യാറില്ല. വർഷങ്ങളായിട്ട്, ഇപ്പോൾ 5 വർഷം തുടർച്ചയായിട്ട് ബുക്ക് ഫെയറിൽ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവാസ മേഖലയിൽ വരാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് ആയിരുന്നു. ഞാൻ 99 ഇവിടെ വന്നത്. സത്യം പറഞ്ഞ നാട്ടിൽ നിന്ന് രാഷ്ട്രീയം കൂടുതൽ കളിച്ചപ്പോൾ നാട് കടത്തപ്പെട്ട വ്യക്തിയാണ്. ഒരു 3 മാസം കൊണ്ട് തിരിച്ചു പോകണം. രാഷ്ട്രീയം സത്യത്തിൽ അവിടെ ആ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയം എനിക്കറിയാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ പണ്ട് കണ്ണൂർ കഴിഞ്ഞാൽ പാലക്കാടായിരുന്നു. അതിൻ്റെ പ്രതിനിധികൾ നെന്മാറയിലും ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഭാഗമാവേണ്ട ഇത് വന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 6 പേരാണ്. ഞാൻ 5ാമത്തെ ആളാണ്. അച്ഛൻ ജർമ്മനിയിലായിരുന്നു, അച്ഛൻ വീട്ടിൽ ഇതുണ്ടായിരുന്നു, ഏട്ടന്മാരെല്ലാവരും ഗൾഫിലായിരുന്നു. അങ്ങനെ എന്നെ സത്യത്തിൽ രാഷ്ട്രീയത്തിൽ നാട് കടത്തിയതായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമില്ലാതെ ആ നാട് കടത്തൽ വീട്ടിൽ മാത്രം, കാരണം അല്ലെങ്കിൽ രാത്രി
കാരണം ഏട്ടനില്ല, അച്ഛനില്ല. ഒരു രാഷ്ട്രീയക്കാരുടെ എല്ലാം മീറ്റിങ്ങും എല്ലാം നടത്തുന്നത് എൻ്റെ വീട്ടിലായിരുന്നു. അതിൻ്റെ ഒരു നേതാവായിട്ടാണ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാറ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം തലയ്ക്ക് പിടിച്ച ഒരാളായിരുന്നു ശരിക്കും. കാരണം രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ആദ്യമായിട്ട് കേരളത്തിലല്ല, ഇന്ത്യയിൽ രാജീവ് ഗാന്ധി മരിച്ചത് നമ്മൾ സാധാരണ 14-ാം പക്കം രാജീവ് ഗാന്ധി സ്റ്റാച്ചു പണിത് എൻ്റെ നാട്ടിൽ കണിമംഗലത്താണ്. ഇന്നും ആ കണിമംഗലത്ത് രാജീവ് ഗാന്ധി സ്റ്റാച്ചു ഞങ്ങൾ ചെയ്യുന്നതാണ്. VS വിജയരായിരുന്നു അന്ന് MP. കണിമംഗലം എന്ന് പറഞ്ഞാൽ ദേവാസുരത്തിൽ കണിമംഗലം, ദേവാസുരത്തിലെ കണിമംഗലം, തൃശ്ശൂരും കണിമംഗലത്തിൻ്റെ, പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ കണിമംഗലം പറയും. നെന്മാറ വളരെ ഫേമസ് ആണ്. കാരണം വെടിക്കെട്ടിൻ്റെ സ്ഥലം ഉത്രാളിക്കാവും നെന്മാറ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളാണ്. അതെ, നെന്മാറയുമായിട്ട് എന്താ ബന്ധമുണ്ടല്ലോ, നെന്മാറ സംഘടനയായിട്ട് ബന്ധമുണ്ടല്ലോ ഇവിടെ. നെന്മാറ ഞാൻ 99 വന്നു. 99 വന്നതിന് ശേഷം രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞ പോലെ ഇരുന്നായിരുന്നു. അതിന് ജോലിയുമായി ഇത് ചെയ്യുന്നു. 2000 ഞാൻ എൻ്റെ നാട്ടിലെ നെന്മാറ ദേശം ഓവർസീസ് സംഗമം രൂപീകരിച്ചു. നെന്മാറക്കാരെല്ലാം കൂട്ടി യോജിച്ച് അന്ന് തുടങ്ങിയ സംഘടനാ പ്രവർത്തനം നാട്ടിനേക്കാട്ടിലും കൂടുതൽ ഇവിടേക്ക് തുടങ്ങി. ഇന്ത്യൻ അസോസിയേഷനിൽ ഞാൻ വന്നത്, ഇന്ത്യൻ അസോസിയേഷൻ്റെ ഞങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ വയ്യ റഹീം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ സുൽഫിക്കർ, നമ്മുടെ MM ഹസൻ്റെ ബ്രദറുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. നല്ലൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇന്ത്യൻ അസോസിയേഷനിൽ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, കോൺഗ്രസ്സുകാർ മാത്രമുള്ള ആ സമയത്ത് ഒരുപാട് സംഘടനകളുണ്ട്, അതിലൊരു സംഘടനയിൽ താങ്കൾ വരണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കരുണാകര ഭക്തനായിരുന്നു. കരുണാകരൻ പറഞ്ഞാൽ ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. കരുണാകരന് വേണ്ടി ഐ ഗ്രൂപ്പ് എന്ന രീതിയിലല്ല, കരുണാകരനോട് ഇഷ്ടം കൊണ്ടാണ്. ഇപ്പോഴും ആ കുടുംബമായിട്ട് ബന്ധമുണ്ട്. കാരണം എൻ്റെ ലീഡറായിരുന്നു പാലക്കാട് ജില്ലയിൽ AB ഗോപിനാഥ്. അദ്ദേഹമാണ് കരുണാകരുമായി ബന്ധപ്പെട്ട കരുണാകരൻ്റെ കൂടെ നടന്ന ഇതുണ്ട്. കാരണം കരുണാകരൻ DIC രൂപീകരിച്ചപ്പോഴും പോകാത്ത വ്യക്തിയാണ് AB ഗോപിനാഥ്, ഞാനും അടക്കമുള്ള. കാരണം അന്നും ഞങ്ങളുടെ നീല പതാക, KSUവിൻ്റെ നീല പതാക പിടിച്ച് വന്ന ത്രിവർണ്ണമാണ് എന്ന രീതിയിൽ കൊണ്ടുവന്നവരാണ്. അങ്ങനെ സുൽഫിക്കറും റഹീംക്കൊക്കെ ഒരേ കമ്പനിയിലായിരുന്നു. അങ്ങനെ ഇന്ത്യൻ അസോസിയേഷനിൽ വന്നത്. OICC പ്രകാരം ഒരു ബാലകൃഷ്ണൻ പണ്ട് മലപ്പുറത്തെ ഒരു നേതാവുണ്ട്, പണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ മത്സരിച്ചത്. അദ്ദേഹമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ എനിക്ക് മെമ്പർഷിപ്പ് തന്നത്. അതായത് പ്രദീപിനെ പോലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് നിർബന്ധിച്ച് എനിക്ക് മെമ്പർഷിപ്പ് തന്നത് ബാലകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് ചെയ്യുന്നു. അതുപോലെ ആ സമയത്ത് എബ്രഹാം വ്യക്തിൻ്റെ അറിയും, അങ്ങനെ പഴയ സീനിയറായ ഒരുപാട് നേതാക്കന്മാരുടെ കൂടെ ഇന്ത്യൻ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ പലരെയും വിളിക്കാനും ഇതായാലും ഒക്കെ പോയി നടന്നു. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷനിൽ അങ്ങനെയാണ് ആകർഷണമായത്. അതിനുശേഷമാണ് ഐ ഗ്രൂപ്പിൻ്റെ ഒരു സംഘടനയായിട്ട് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം രൂപീകരിച്ചതും. ആ സംഘടനയുടെ മഹാദേവനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇപ്പോൾ ഇൻഗാസ് OICCയുടെ വലിയൊരു നേതാവാണ്. അപ്പോൾ ഈ നാട്ടിലെ പോലുള്ള KPCCയും AICCയും എന്നൊക്കെ പറഞ്ഞ അതുപോലുള്ള സെറ്റപ്പുകളാണ് ഈ ഇൻഗാസ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ. അതായത് ഇവിടെ നിങ്ങൾക്കറിയാമായിരിക്കും, ഇവിടെ OICC ആയിരുന്നു. പിന്നെ ഇൻഗാസ് കാരണം ചെറിയ കേസും ഇതെല്ലാം നിമിത്തം കാരണം OICC പിരിച്ചുവിടേണ്ടി വന്നു. അബുദാബിയിൽ വലിയൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി കൾച്ചറത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ മരിച്ചുപോയ മുരളീധരനെയൊക്കെ ഞങ്ങൾ ഗ്ലോബൽ കമ്മിറ്റി മെമ്പർഷിപ്പ് ആക്കിയതൊക്കെ MGCFൻ്റെ പ്രതിനിധി എന്ന രീതിയിലായിരുന്നു. MGCF വളരെ ശക്തമായ ഒരു സംഘടനയായിരുന്നു ഈ ഗ്രൂപ്പ്. ഇതിവിടെ മാത്രമേ ഉള്ളൂ ഈ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം, വീക്ഷണം, പ്രിയദർശിനി, ഈ സംഘടനകളൊക്കെ ഇവിടുത്തെ ഓവർസീസ് സംഘടനകൾ മാത്രം. ഞാൻ ഈ താങ്കൾ പറഞ്ഞത് ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ മാത്രം കൂടുതൽ, അതായത് ഇപ്പം ഇന്ത്യൻ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം 25ഓളം സംഘടനകളുണ്ട്. 25 സംഘടനയിൽ 15ഓളം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളുടെ സംഘടനകളുണ്ട്. അതായത് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറം, ഐ ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു 10-25 പേരുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു തരത്തില്ല സോണിയാഗാന്ധി കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ KPCC അതിന് അംഗീകാരം തരുമോ? അങ്ങനെയുള്ള സംഘടന ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നില്ല ഈ ഞായറാഴ്ച. ഇപ്പോൾ ഇൻഗാസിൻ്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടക്കണമെന്നാണ് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർ പറയുന്നത്. അത് ഇൻഗാസ് എന്ന നേതൃത്വത്തിൽ ഇൻഗാസിൻ്റെ പേരിൽ മത്സരിക്കുന്നത് ആരാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ. കാരണം അവർ ഇൻഗാസിൻ്റെ നേതൃത്വത്തിലല്ല. UAE ഇൻഗാസ് നേതാക്കന്മാരോടും അപ്പോൾ KPCCക്കാരടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇൻഗാസ് എന്ന നേതൃത്വത്തിൻ്റെ മത്സരിക്കുന്ന നേതാവ് ആരാണ്? അവിടെ എല്ലാം മത്സരിക്കുന്നത് പോക്കറ്റ് സംഘടനകളുടെ പേരിലാണ്. ഞാൻ ഇത് പറയല്ല, മനസ്സിലായി. അതായത് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ഉണ്ട്, പല 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 ഞാൻ അതിനകത്തേക്ക് കൂടുതൽ കിടക്കുന്നില്ല. കാരണം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂയിലേക്ക് കിടക്കേണ്ട കാര്യമില്ല. അവരുടെ താല്പര്യം ഇപ്പം ഓരോ ദേശത്തിനും ഗ്രാമത്തിനും പഞ്ചായത്തിനും ഒക്കെ കൂട്ടായ്മകളുണ്ട്. അതൊന്നും
അപ്രൂവ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാനും പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് ഒരു ദിവസം നിങ്ങളിതൊക്കെ പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയം നമ്മൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നു, ഇവിടെ വരുമ്പോഴും ആ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്നലെ നിങ്ങൾക്ക് എന്തോ ഒരു നോട്ടീസ് കിട്ടിയല്ലോ, KPCC പ്രസിഡന്റ് അയച്ചിരുന്നത്, നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. അതെ അതെ, അതെന്താ എനിക്കത് ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ കുടുംബത്തിൽ എൻ്റെ മക്കളൊക്കെ ആയിട്ട്, അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലൊക്കെ ചർച്ചയായി. കാരണം ഒരു 10-25 പ്രവാസ മേഖലയിൽ വന്നിട്ട് 20 വർഷം 25 വർഷം 26 വർഷം കഴിഞ്ഞു. കോൺഗ്രസിന് ഏത് നേതാക്കന്മാരും നമ്മുടെ കുടുംബത്തെക്കാൾ ഉപരി നമ്മുടെ കുടുംബക്കാരായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. അത്രത്തോളം സ്നേഹിച്ച ആ സംഘടനയിൽ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഒരു നടപടി എടുക്കാൻ കാരണം ഞാൻ ഇൻഗാസ് എന്ന സംഘടനയിലെ ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രമാണ് എന്നെ എനിക്ക് ഒരു തരത്തിലും അങ്ങോട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിയമപരമായിട്ട് യാതൊരു സാധ്യതയില്ലാത്ത സംഘടനകളാണ്, കൂട്ടായ്മകളാണ്, ഈ പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മകളാണ് ഇതൊക്കെ. ഞാനും ഒക്കെ നമ്മളൊക്കെ ഓരോ നാടിൻ്റെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പോലുള്ള ഒരു വലിയ പ്ലാൻ, ഒരു ആളുകൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്ന ഒരു മെമ്മോയിലേക്ക് വരെ എത്തിച്ചേരാൻ സാധിക്കുക? അതിനകത്ത് നിയമപരമായ എന്തെങ്കിലും ഞാൻ അതാണ് സാധ്യതയുണ്ടോ? ഒന്നാമത് രാജീവ് അറിയാലോ, താങ്കൾ ഇവിടെ കലാകാരനാണ്, ഒരുപാട് പ്രവർത്തനം ഇവിടെ സംഘടനകൾക്കൊക്കെ ചെറുതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ നിയമാനുസൃതമായി ചെയ്യാനുള്ള ഇതില്ല. പണ്ട് VM സുധീരൻ KPCC പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നാട്ടിൽ വന്ന് നടത്തിയാൽ മതി, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, സംഘടനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ നിങ്ങളിവിടെ വന്ന്, കാരണം ഞാനടക്കമുള്ള വ്യക്തികൾ നാടുകടത്തപ്പെട്ടത് രാഷ്ട്രീയ അതിപ്രസരം മൂലമാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇതാവരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംഘടനയാണ്, നമ്മുടെ രക്തത്തിൽ കളന്നാണ്, അതുകൊണ്ട് കോൺഗ്രസ് എന്ന ഇത്. പക്ഷേ ഇപ്പോൾ എന്നെ പുറത്താക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഈ പാനൽ, അതായത് KMCC പറഞ്ഞ മുസ്ലിം ലീഗ് UDFൻ്റെ ഏറ്റവും വലിയ പ്രഗത്ഭ ഇതാണ്, KMCCയും മാസ് അതുപോലെ ഒരുപാട് സംഘടനകൾ ചേർന്നത് ഒരു കൊളേഷനായിരുന്നു. ആ കൊളേഷനിൽ ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത നടപടി, വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് ഞാൻ ജയിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഞങ്ങൾ ഈ മുന്നണി എന്തായാലും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ടെർമിനേഷൻ ലെറ്റർ കത്തിക്കയറുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയുന്നതിന് ചില പരിമിതികളുള്ളതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുക എനിക്ക് തോന്നുന്നില്ല ഒരു നിയമപരമായ ലെറ്ററാണെന്നോ താങ്കളുടെ രാഷ്ട്രീയ വിശ്വാസത്തെ അടിച്ചമർത്താൻ ആ ലെറ്ററിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നേരിട്ട് മൈക്കില്ലാതെ വേണമെങ്കിൽ സംസാരിക്കാം. കാരണം എൻ്റെ രാഷ്ട്രീയം ഇപ്പോഴും ഇപ്പോൾ എൻ്റെ ആ ലെറ്റർ എഴുതിയവർക്കോ എൻ്റെ ഇതോ അല്ല, എനിക്ക് പ്രദീപിനെ കണ്ടിടത്തോളം നമ്മൾ എന്നും കാണുന്ന ആളാണ്. പ്രദീപ് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, വളരെ കൃത്യമായ രീതിയിൽ നടത്തുന്ന ആളാണ്. അതേപോലെ തന്നെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ പദവി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ക്യാബിനുള്ള ഒരു പോസ്റ്റാണ് വൈസ് പ്രസിഡൻറ്റ്, അല്ലേ? പ്രസിഡൻറ്റിന് ആണ് ക്യാബിന്, വൈസ് പ്രസിഡൻറ്റ് മാത്രമേ തനിയെ ഒരു ക്യാബിൻ, ബാക്കി എല്ലാവരും ഈ 2 പേരൊക്കെ ഇരിക്കുന്നതാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു പോസ്റ്റാണ്. ഏതാൾ വന്നാലും അവരെ സഹായിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരാളാണ്. ഇതിനകത്തുനിന്നും ഒന്നും തട്ടിച്ചും വെട്ടിച്ചും ഒരു പൈസയും നമുക്ക് കൊണ്ടുപോകുന്ന ആവശ്യവുമില്ല. അത്തരത്തിലുള്ള ഒരാളും താങ്കളല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. എങ്കിലും നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ഭരണസമിതിയെക്കുറിച്ചോ വ്യാപകമായ രീതിയിൽ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രദീപ് ഈ വരുന്ന ഇലക്ഷനിൽ 17-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ ജനങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് വൈസ് പ്രസിഡൻ്റായിട്ടാണ് മത്സരിച്ച്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു പ്രസിഡൻ്റെ ഭാഗത്ത് നിന്ന്, നിസാർ തലങ്കരുടെ ഭാഗത്തു നിന്ന്. അതുപോലെ കാരണം അദ്ദേഹവുമായിട്ട് കാരണം പലപ്പോഴും ഞങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് മുന്നണിയിലായിരുന്ന സമയത്തായിരുന്നു. അതുപോലെ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ്, മറ്റെല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും. അപ്പോൾ ഇന്ന് വരെ ഒരു ഇതിൽ, കാരണം എനിക്ക് വൈസ് പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡൻ്റെ കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ സംഘടനകളുടെ കാര്യങ്ങൾ നോക്കണം, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്കൂളുകളുടെ എല്ലാ മെയിൻ്റനൻസും. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന സ്കൂളിലെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട അറിയാലോ, AC, ക്ലീനിങ്, അതെല്ലാ കാര്യം സുതാര്യമായ രീതിയിലായിരുന്നു.
കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് കൊടുത്തിരിക്കുന്ന മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, ഞാൻ നിങ്ങളുടെ വേറൊരാളോട് ചോദിച്ച പോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റും കാശുണ്ടാക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ആളുകൾ അതുകൊണ്ട് ഇനി അസൂയ കൊണ്ട് പറയുന്നതാണോ? അല്ല, ചിലപ്പോൾ എനിക്കറിയില്ല. ഇവിടെ പല ആൾക്കാരും എനിക്ക് അങ്ങനെ ഇതാവാൻ സാധ്യതകൾ കുറവാണ്. പക്ഷേ ചില ജോലിയില്ലാത്ത ആളുകൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് അതല്ല, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളൊരു കമ്പനിയെ സ്കൂളിലെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി അവരെ നിയോഗിച്ചിരിക്കുകയാണോ? അല്ല, കമ്പനി ഓരോരോ ഇപ്പോൾ ക്ലീനിങ്ങിന് ഒരു കമ്പനി കൊടുക്കുന്നു. അപ്പോൾ അതിന് റേറ്റ് ഉണ്ട്, അതിനൊരു കൊട്ടേഷൻ ഉണ്ട്. കൊട്ടേഷൻ അത് നിങ്ങളുടെ മാനേജിങ് കമ്മിറ്റി അപ്രൂവ് ചെയ്ത കൊട്ടേഷനാണ് അല്ലേ? അതെ അതെ അതെ. അതിപ്പോൾ ഒരാളിനെ കൂട്ടിയാൽ കുറച്ചാലോ അതനുസരിച്ചിട്ട് അതെ. പക്ഷേ ഞാൻ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം കുത്തകകളായ കമ്പനികളെല്ലാം മാറ്റി റേറ്റ് കുറവും സുതാര്യമായി. പണ്ട് ക്ലീനിങ് കമ്പനികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇൻഫെക്ഷനായിട്ടും അങ്ങനെയുള്ള അസുഖങ്ങളും ഇതുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നല്ല പ്രൊഫഷണൽ കമ്പനിയെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇതാക്കുവാൻ ഞാൻ മാത്രമല്ല മൊത്തം മാനേജിങ് കമ്മിറ്റിയുടെ ആ കമ്മിറ്റിയിലെ പ്രസിഡന്റ് മുതൽ സെക്രട്ടറി മുതൽ ട്രഷറർ അടക്കമുള്ള എല്ലാ മെമ്പർമാരുടെ കൂടെയുള്ള ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തത്തിൻ്റെ കൂടെ ഞാൻ നിന്നു. അതുപോലെ എയർ കണ്ടീഷൻ, സാധാരണ പലപ്പോഴും ഷാർജ സ്കൂളിലെ ചൂട് AC പ്രശ്നം കാരണം ചില സമയത്ത് ക്ലാസ്സുകളെല്ലാം കുറച്ച് കുട്ടികളെ വീട്ടിലേക്ക് വിടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളെല്ലാം മാറ്റി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് എയർ കണ്ടീഷൻ്റെ സ്പെയർ പാർട്സ് അടക്കം ആ കമ്പനിയുടെ ഉത്തരവാദിത്തമായി എന്ന രീതിയിൽ. അതായത് സാധാരണ ഇവിടെ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ചും താങ്കളൊരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി നടത്തുന്ന ആളായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും ബോധ്യമുണ്ട്, എങ്ങനെ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് സുതാര്യമാണ്. അതിൻ്റെ കൂടെയുള്ള മെയിൻ്റെനൻസ് കമ്മിറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സായ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. കാരണം അവരുമായിട്ട് നല്ല കൂട്ടുത്തരവാദിത്തമായിരുന്നു. ജേക്കബ് ആണ് മാനേജിംഗ് കമ്മിറ്റി, ഇപ്പോൾ അദ്ദേഹം ജോയിന്റ് സെക്രട്ടറിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുപോലെ പ്രഭാകരൻ പയ്യന്നൂർ, അദ്ദേഹം വീണ്ടും മാനേജിംഗ് കമ്മിറ്റി മെമ്പർ. പിന്നെ നിങ്ങൾക്കറിയും ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു മുരളിയേട്ടനെ BA-യിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സുതാര്യമായും ഓരോ സ്കൂളിലെ ഇപ്പോൾ സാധാരണ സെക്രട്ടറി പറയും സ്കൂളിലെ ബാത്റൂം നോക്കലാണോ ക്ലീനിങ് കമ്പനിക്കാരുടെ, കാരണം മെയിൻ്റെനൻസ് കമ്മിറ്റിക്കാരുടെ. മുരളിഭായിയൊക്കെ എനിക്ക് വന്നൊരു 10-30 വർഷമായിട്ട് എനിക്കുള്ള പരിചയമാണ്. അദ്ദേഹം അന്നും അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ജോലി കഴിയുന്നു, അസോസിയേഷൻ ഇരിക്കുന്നു, അടച്ചിട്ടേ പോകത്തുള്ളൂ. വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. വേറെ അദ്ദേഹത്തെ പോലെ അല്ലെ സാധുക്കളാണ് എല്ലാവരും, കുഴപ്പമൊന്നുമില്ല. അല്ല, ആര് ഇന്ന് വരെ വന്നാൽ ഇപ്പോൾ ആരായാലും ഇപ്പോൾ ഒരു സതുദ്ദേശത്തോടു കൂടി വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നിസാർ തളങ്കരയുടെ കീഴിലുണ്ടായിരുന്ന ഈ കമ്മിറ്റി വളരെ ഗംഭീരമായ ഒരു പ്രകടനമാണ് എന്നുള്ള എല്ലാവരിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് നിസാർ തളങ്കരയെ കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇന്ന് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചേനെ. അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തോ പറ്റിയില്ല തോന്നുന്നു. ഏതായാലും ഇനിയൊരു അവസരത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാം. വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഇലക്ഷൻ അടുത്ത് വരാൻ പോകുന്നു. പിന്നെ മറ്റ് സൺഡേ ആണ്. ഈ നിസാർ തളങ്കര ഒരുപാട് വിഷനുള്ള നേതാവാണ് നിസാർ തളങ്കര. ആ നിസാർ തളങ്കര കൂടിയുള്ള ശ്രീപ്രകാശ് ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ആ ഒരു കൊളേഷൻ, അതായത് ആ ഒരു വലിയൊരു ഇതാണ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു. കാരണം ഇനി വരാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടുന്ന്, അതായത് താങ്കൾ ഇവിടെ 10-20 കൊല്ലമായില്ലേ? 30 കൊല്ലമായി. അതായത് പണ്ട് ഇവിടെയുള്ള 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി 11th നാട്ടിലേക്ക് പറിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. അത് നിന്നത് കാരണം എന്തുകൊണ്ട്, ഈ ഇടയിൽ നാട്ടിലെ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലായപ്പോൾ പലരും വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇവിടെ തന്നെ ചെയ്യായിരുന്നു. +2 കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, പക്ഷേ അവിടെ ഫീസ് അധികമാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ 10-20,000 കുട്ടികൾ, നമുക്കൊരു ഗ്രാജുവേഷൻ പോലെ വലിയൊരു കോളേജ് കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിഷനും ഇതുമുള്ള പ്ലാനിലൊരു നേതാവാണ് നിസാർ തളങ്കര. അതെ അതെ അതെ. ഈ 2 വർഷം സത്യം ഇനിയൊരു വർഷം കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ ഒരു ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് 2 വർഷത്തേക്കാണ്. 2 വർഷത്തേക്കാണ്. അപ്പോൾ 2 വർഷം കൂടെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഈ പറയുന്ന വീണ്ടും മുഖച്ഛായ തന്നെ മാറും. അതെ, ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻസ് നടത്താനുണ്ട്. പിന്നെ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ആൾറെഡി നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പ്ലാൻ 95% അപ്രൂവലായി കഴിഞ്ഞു. ഒരു ഷെയ്ഖിൻ്റെ മകൻ്റെ പേരിൽ തന്നെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് തുടങ്ങണം. അതുപോലെ ക്ലിനിക്ക്, നിങ്ങൾക്കറിയാം ഇവിടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു വിസിറ്റ് വന്നാലോ ഫാമിലി വന്നാലോ അവർക്ക് ഡോക്ടറെ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാം. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പേരിൽ ക്ലിനിക്കാണ് അടുത്ത വലിയ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പരിശ്രമം നടത്തിയാണ്. അതിനുള്ള സ്ഥലമൊക്കെ വേണമെങ്കിൽ ഗവൺമെൻറ് തരുമോ? ഗവൺമെൻറ്റിനോട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ തുടങ്ങാതെ ഒരു സ്ഥാപനം തുടങ്ങിയാലല്ലേ നമുക്ക് അതേക്കുറിച്ചുള്ള കാര്യങ്ങളിൽ സ്ഥലം വേണം, ഇത് വേണം ചോദിക്കും. തുടങ്ങാത്തൊരു സ്ഥാപനത്തിന് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ തരില്ല.
ഏത് ഗവൺമെൻറ് ആയാലും. അപ്പോൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, ഇത്ര ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇത്ര നമ്മുടെ, കാരണം നമുക്ക് 16,000. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ, ഞാൻ നേരത്തെ ശ്രീ പ്രകാശിനുമായിട്ട് സംസാരിക്കുമ്പോഴും ജിബി ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അസോസിയേഷൻ ഇതിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ്ജി, ഇപ്പോൾ ഇതിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്ക് ക്ലിനിക്കിനെ ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ലാഭമല്ല, സർവീസ്. പക്ഷേ നമുക്ക് തന്നെ ക്ലയൻ്റ് ഉണ്ട്. 16,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 16,000 കൂടി ഷാർജയിലാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ അസോസിയേഷൻ്റെ നമ്മൾ ഇൻഷുറൻസ് നമ്മൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇന്ന് വരെ നേരത്തെയൊക്കെ കാലഘട്ടത്തിൽ ഓരോ വർഷവും ഇൻഷുറൻസിന് പൈസ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 2 വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എമൗണ്ട് കുറച്ച് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ക്ലിനിക്ക് ഉണ്ട്. അത് കറക്റ്റാണ്. ഞാനും ഒരു ഗുണഭോക്താവാണ് അതിൻ്റെ അത്. ഇൻഷുറൻസ് ഞാനും മെമ്പർ എന്നുള്ളതിൽ എനിക്കും ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അത് തുച്ഛമായ 600 ദിറംസ് മാത്രമേ വർഷത്തിൽ കൊടുക്കുന്നുള്ളൂ. 3,650 രൂപയുടെ ഇൻഷുറൻസാണ് ഈ 600 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കുമായിരുന്നെങ്കിൽ എനിക്ക് വളരെ തുച്ഛമായ ഫീസ് കൊടുത്താൽ മതിയായിരുന്നു. നമ്മുടെ കുട്ടികൾ അതെ. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ സംസാരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അത് താങ്കൾ ചെയ്തു. താങ്കളുടെ കൃത്യനിഷ്ഠയോടുകൂടിയും വളരെ കൃത്യമായ രീതിയിലും സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള ഒരു ലേബൽ പ്രദീപ് നെന്മാറയ്ക്കുണ്ട്. അത് പ്രദീപ് നെന്മാറെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പം എല്ലാവിധമായ ഭാവുകങ്ങളും വേറെന്തെങ്കിലും എനിക്ക് പറയാനുള്ള രാജീവിനെ പോലുള്ള വ്യക്തികളുടെ ഇനി ഇപ്പോൾ നാളെ ഞാൻ ഈ ഭരണസമിതി വരുവോ വരാതിരിക്കുകയല്ല. കാരണം നമുക്ക് കലാരംഗത്തും സാമൂഹിക രംഗത്തും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വേറൊരു സ്കെയിലിലേക്ക് മാറ്റേണ്ട ഉത്തരം. കാരണം നിങ്ങൾക്കറിയാം, ഓണം നടത്തുന്നു, 10-30,000 ആളുകൾ പങ്കെടുക്കുന്നു, പല ഫെസ്റ്റുകളൊക്കെ നടക്കുന്നു. പക്ഷേ അതിനൊക്കെ ഇനി ഇതിനേക്കാട്ടിൽ ഉപരി വേറെ ലെവലിലേക്ക് മാറ്റാൻ ഇനി വരുന്ന മെമ്പർമാരുടെ സഹകരണവും പുതിയ വരുന്ന ഭരണസമിതിയും കൂടി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹങ്ങളാണ്. ഒരു ആ ലെവലിലേക്ക്, കാരണം നമ്മുടെ ഇവിടെയുള്ള നാട്ടിലുള്ള കൾച്ചറിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റി നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഓരോ പ്രോഗ്രാം. അല്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു സ്വഭാവം മാറിയെന്ന് തോന്നുന്നു. പണ്ടൊക്കെ എല്ലാ ആളുകൾക്കും അവിടെ ആക്സസ് ഇല്ല, മെമ്പർ ആയാൽ കൂടി അവിടോട്ടൊന്നും ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ചില പ്രത്യേക ആളുകൾക്ക് മാത്രം ചില പദവികൾ കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഡോർ ഓപ്പൺ ആണ്. ഇപ്പോൾ ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ വന്ന് പ്രവർത്തിക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ താങ്കൾ തുടങ്ങുമ്പോൾ പറഞ്ഞു വൈസ് പ്രസിഡന്റ് സ്വന്തമായ മുറിയില്ലേ. എനിക്ക് സ്വന്തമായ മുറിയിൽ എനിക്ക് ഇരിക്കാനുള്ള സമയം പോലും കിട്ടാത്ത. കാരണം എല്ലാ സംഘടനകളുടെയും പല രീതിയും എല്ലാ മീറ്റിങ്ങിനും നമ്മൾ ഓപ്പൺ ആയിട്ട് ആർക്കും ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ആർക്കും നമ്മൾ കാരണം ഏറ്റവും വലിയ അത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഞാൻ തോൽപ്പിച്ച വ്യക്തികളുടെ സംഘടനയുടെ മീറ്റിംഗാണ് ഞാൻ നടത്തിയത്. ഇന്ത്യൻ അസോസിയേഷനിൽ വന്നാൽ നമുക്ക് കയറി ഇരിക്കാൻ ഒരു ഇടമുണ്ടെന്ന് പറയുന്നത് അത് പ്രദീപ് നെന്മാറ തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ തുറന്ന പുസ്തകമാണ്. അത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറം എന്നെ പഠിപ്പിച്ച, എൻ്റെ സംഘടന പഠിപ്പിച്ചാണ്. എല്ലാവർക്കും നമ്മൾ സ്വീകാര്യത. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംഘടന വളരെ ഫലവത്തായ കാര്യങ്ങൾ ചെയ്യുന്നൊരു സംഘടനയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ അവരുമായിട്ടും ആളുകളുമായിട്ടൊക്കെ സഹകരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അവാർഡ് അല്ലേ, പുസ്തകത്തിൻ്റെ അവാർഡ് പെൻഡിങ് ആണ്. അത് ചില കാരണങ്ങൾ കൊണ്ട് നമുക്കൊക്കെ ലേറ്റ്. ഏതായാലും അടുത്ത വരുന്ന ഒരു ഇന്ത്യൻ അസോസിയേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന 17-ാം തീയതി തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു 2 വർഷത്തേക്ക് കൂടി വീണ്ടും മത്സരിക്കുകയാണ്. അതെ, നിങ്ങളെല്ലാവരും സഹകരണവും സപ്പോർട്ടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പ്രദീപ് നെന്മാറ വീണ്ടും വൈസ് പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ റൂമിൽ പോയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓപ്പൺ ആയിട്ട് ചെയ്യണം. എല്ലാം കൂടി ഉണ്ടാവും, കൂടപ്പറപ്പിന് പോലെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം വന്നിരുന്നതിൽ നന്ദി.